നമസ്കാരം. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്നാൽ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് കമാൻഡർ അടക്കം 5 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. 9-കാരനായ കുട്ടിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നും പലസ്തീൻ വൃദ്ധങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാറിന് നേരെ ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. 6 പേർക്ക് പരിക്കേറ്റുവെന്നും ഗാസയിലെ പ്രതിരോധ ഏജൻസി തന്നെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഗാസ സിറ്റിക്ക് തൊട്ടടുത്തായുള്ള അൽ റിമാറിലായിരുന്നു ആക്രമണം നടന്നത്. കാറിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹമാസ് കമാൻഡർ ഇയാദ് അൽ ഷാൻബെരിയും അദ്ദേഹത്തിന്റെ മകൻ സലാഹും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസയിൽ നിന്നുള്ള സുരക്ഷാ വൃത്തങ്ങൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. കൊല്ലപ്പെട്ട മറ്റ് 2 പേർ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല. അത് പ്രതിരോധ വൃത്തങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരർക്ക് നേരെ നടത്തിയ ആക്രമണമാണെന്നാണ് ഇസ്രയേൽ വൃത്തങ്ങൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ ഇപ്പോൾ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. ഇസ്രയേലിന്റെ മറ്റൊരു ആക്രമണത്തിലാണ് ആദിൽ അൽ നജാർ എന്ന 9-കാരൻ കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിലാണ് കുട്ടി മരിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിലും ഗാസയിലെ ആക്രമണത്തിൽ കുറവുണ്ടായിരുന്നില്ല എന്നും ദിനേന ഇസ്രയേൽ, അതായത് ദിവസവും ഇസ്രയേൽ ഇതുപോലെ പലതരത്തിൽ ആക്രമണം നടത്തിക്കൊണ്ട് ഗാസയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇസ്രയേലും, ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഹമാസും ആക്രമണം തുടരുകയാണ് എന്നാണ് ഇപ്പോഴത്തെ വിവരം. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന സൈനിക നടപടികളിൽ 72,000-ലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ. കൂടാതെ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് വടക്കൻ ഗാസയിലും ഖാൻ യൂനിസിലും ഉൾപ്പെടെ ആക്രമണങ്ങൾ തുടരുകയാണെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണക്കാർ, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഭീകരരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഒക്ടോബറിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിലും ഇരുവിഭാഗവും പരസ്പരം കരാർ ലംഘനം ആരോപിക്കുന്നതോടെ ഗാസയിൽ ആക്രമണങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ ഓരോ ദിവസവും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് മേഖലയിലെ സമാധാന അന്തരീക്ഷങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നു. ഗാസ സിറ്റിയിലെ പടിഞ്ഞാറൻ അൽ റിമാൽ പരിസരത്ത് ഒരു കാറിന് നേരെയാണ് ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഡ്രോണിൽ 2 മിസൈലുകൾ ഘടിപ്പിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടുവെന്നും 6 പേർ പരിക്കേറ്റുവെന്നും കുറച്ചു പേർക്ക് നില ഗുരുതരമാണ് എന്ന് ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസിയാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഹമാസ് കമാൻഡറും അതായത് ഇയാദ് അൽ ഷമരിയും അദ്ദേഹത്തിന്റെ മകൻ സലാഹും ഉൾപ്പെടുന്നുണ്ടെന്ന് സുരക്ഷാ വൃത്തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു ഗാസ ഇസ്രയേൽ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരം. അതായത് ലോകം യുദ്ധത്തിന്റെ പാതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.